ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോപ്പിറൈറ്റ് ആക്ട് 1957 ആയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന മറ്റുള്ള ആക്ടുകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളതും അതിൻ്റെ ഡേറ്റും ഓർത്ത് വെക്കുക. അതായിരിക്കും എക്സാമിന് കൂടുതലായിട്ടും മാച്ച് ദ ഫോളോവിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഫസ്റ്റ് വൺ, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് 1958. കൺസ്യൂമേഴ്സിന് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്നും തടയുന്ന ഒരു ആക്റ്റാണിത്. ദെൻ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്. ഫുഡിൽ മായം കലർത്തിയിട്ടുള്ള അങ്ങനെയുള്ള എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആക്റ്റാണ് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954. ദെൻ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് 1954. ഇതെന്ന് പറഞ്ഞാൽ റെമഡീസ് ആക്ട്, മാജിക് റെമഡീസ് ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വരും അങ്ങനെ പറഞ്ഞിട്ടുള്ള ആഡുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്തെങ്കിലും ഒരു മാല വെച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആഡുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്റ്റാണിത്. ദെൻ പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് ഓർഡർ 1957. നമുക്കറിയാം നമ്മുടെ ഒരു പ്രോഡക്റ്റിൻ്റെ പാക്കേജിൽ അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും കൃത്രിമത്വം കാണിക്കുകയാണ്, അതിന് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ട് കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ആക്റ്റാണ് പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് ഓർഡർ 1957 എന്ന് പറയുന്നത്. ദെൻ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1952. എസെൻഷ്യൽ കമ്മോഡിറ്റീസിൽ വരുന്ന പ്രൊഡക്ഷൻ, സപ്ലൈ അതിന് ഫെയർ പ്രൈസ് ആയിരിക്കണം, അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ആക്റ്റാണിത്. ദെൻ ISI ആൻഡ് അഗ്മാർ 1952. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ISIൻ്റെ ഫുൾ ഫോം. അഗ്മാർക്ക് നമ്മൾ കൊടുക്കുന്നത് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിനൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി, പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ് എൻഷുർ ചെയ്യുന്ന ഒരു ആക്റ്റാണ്. സോ ഇതാണ് മറ്റുള്ള ആക്റ്റുകളിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് NEP, ന്യൂ എക്കണോമിക് പോളിസി 1991. ഇത് ഫസ്റ്റ് ജനറേഷൻ റിഫോം എന്നാണ് അറിയപ്പെടുന്നത്. ബിഫോർ 1991 നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ഇക്കോണമി ആയിരുന്നു. ഒരുപാട് ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസും പബ്ലിക് സെക്ടറിന് കൂടുതൽ റിസർവ് ചെയ്തിട്ടുള്ളതുമായിരുന്നു ഇക്കോണമി. സോ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സാണ് LPG, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പ്രൊവൈഡ് ചെയ്യും. ഇത് ഒരുപാടുണ്ട്. ദെൻ നമുക്ക് നോക്കാനുള്ളത് എങ്ങനെ നമ്മളൊരു ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വീഡിയോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും.